ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ അടുത്ത കാലങ്ങളായിട്ട് പലപ്പോഴും നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ബയോമിമെറ്റിക് റെസ്റ്റോറേഷൻസ്. അപ്പം എന്താണ് ഈ ബയോമിമെറ്റിക് റെസ്റ്റോറേഷൻ? അത് നമ്മൾ ഏതൊക്കെ കേസിലാണ് ചെയ്യേണ്ടത്? എല്ലാവരും ചെയ്യേണ്ടതുണ്ടോ? എന്തുകൊണ്ടാണ് പണ്ട് കാലത്ത് നമ്മൾ റൂട്ട് കനാൽ ചെയ്ത പല്ലുകളൊക്കെ നമ്മൾ ക്യാപ്പ് ഇട്ട് കൊടുക്കാനാണ് എല്ലാ ഡോക്ടേഴ്സും പറയാറ്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബയോമിമെറ്റിക് റെസ്റ്റോറേഷൻ എന്നുള്ള വാക്ക് ഡോക്ടേഴ്സ് പറയുന്നത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണ് ഈ ബയോമിമെറ്റിക് റെസ്റ്റോറേഷൻ? ഫസ്റ്റ് നമുക്ക് നമ്മളുടെ ടൂത്തിനെ നോക്കാം. അതായത് ഒരു പല്ലിന് പല ലെയറുകളുണ്ട്. അതായത് ഇനാമൽ, ഡെന്റിൻ, പൾപ്പ്. ഈ പൾപ്പിലാണ് നമ്മുടെ ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പല്ലിലെ കേട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനാമലിലാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇനാമലിലോട്ടാണ്. ഈ ഇനാമലിൽ നിന്നും ആ കേട് ഉള്ളിലോട്ട് ഡീപ്പായി പോയിട്ട് ഡെന്റിലോട്ട് എത്തുന്നു. പിന്നീട് അത് പൾപ്പിലോട്ട് എത്തിക്കഴിഞ്ഞാലാണ്, അതായത് ഡെന്റിൽ ഓൾമോസ്റ്റ് എത്തിയാൽ തന്നെ നമുക്കത് പുളിപ്പും അസഹനീയമായ ബുദ്ധിമുട്ടും വേദനയെക്കാളും ഭയങ്കര പുളിപ്പാണ് നമുക്ക് ആ ഒരു സമയത്ത് ഫീൽ ചെയ്യാറ്. ആ ഒരു കേട് പിന്നീട് ഞരമ്പിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് സിവിയർ ആയിട്ടുള്ള പെയിനും പിന്നീട് അത് കുറേ കാലം ഇരിക്കുമ്പം അത് പിന്നീട് ഇൻഫെക്ഷൻ വന്നിട്ട് നമുക്ക് പല്ലുകൾക്ക് ബുദ്ധിമുട്ടൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ്. അപ്പം ഈ ഒരു സമയത്താണ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കൊടുക്കുക. അതായത് ഞരമ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ പല്ലുകളെ റൂട്ട് കനാൽ ചെയ്യാതെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള, ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ തന്നെ ചിലർക്ക് ഭയങ്കരമായിട്ട് പെയിനും പുളിപ്പൊക്കെ വരാറുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ തീർച്ചയായും നമ്മൾ റൂട്ട് കനാലിലോട്ട് പോകും. അപ്പോൾ റൂട്ട് കനാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലുകൾക്ക് ബലം കുറച്ച് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ എന്ത് പറ്റും? അതായത് നമ്മൾ പല്ലിലുണ്ടാകുന്ന ജലാംശം, പല്ലിൻ്റെ ഉള്ളിലുള്ള വാട്ടറി ജലാംശം നഷ്ടപ്പെടുമ്പോൾ പല്ലിൻ്റെ ബലം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ റൂട്ട് കനാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകൾക്ക് ക്യാപ്പ് ഇട്ട് കൊടുക്കാൻ പറയും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബയോമിമെറ്റിക് റെസ്റ്റോറേഷൻസ് നമ്മൾ ചെയ്തു കൊടുത്ത് നമ്മുടെ പല്ലുകളെ സ്ട്രോങ് ആയി നിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം എന്തിനാണ് നമ്മൾ ഈ ബയോമിമെറ്റിക് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്? പണ്ട് കാലത്തൊക്കെ നമ്മൾ സാധാ ലോ ക്വാളിറ്റി മരുന്ന് വെച്ച് നമുക്ക് അന്ന് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് അതായിരുന്നു. അത് വെച്ച് നമ്മൾ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലുകൾ വേഗം എന്തെങ്കിലും നമ്മൾ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ഇട്ട് കടിച്ചു കഴിഞ്ഞാൽ, ഈവൻ പേരയ്ക്ക് പോലും കുരു തട്ടിക്കഴിഞ്ഞാൽ പോലും പല്ലുകൾ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും റൂട്ട് കനാൽ കഴിഞ്ഞ പല്ലുകൾക്ക് ക്യാപ്പ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നായിരുന്നു. അപ്പം ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ബയോമിമെറ്റിക് റെസ്റ്റോറേഷൻ, അതായത് നമുക്ക് പല്ലുകളെ അതുപോലെ നമുക്ക് ആക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും സ്ട്രെങ്ത് ഉള്ള മരുന്നുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയി വന്നു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മൾ ആ മരുന്നുകൾ ഉപയോഗിച്ച് നമ്മുടെ പല്ലുകളെ അടച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് റൂട്ട് കനാൽ കഴിഞ്ഞ പല്ലുകളെ ക്യാപ്പ് ഇടാതെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ഈ ക്യാപ്പ് നമുക്ക് പക്ഷേ എല്ലാ കേസിലും ബയോമിമെറ്റിക് റെസ്റ്റോറേഷൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. അതൊരു ഡോക്ടർ ആ കേസ് കണ്ടിട്ട്, ഇപ്പം നമുക്ക് കംപ്ലീറ്റ് പൊട്ടിപ്പോയ ഒരു പല്ലിനെ ഒരിക്കലും നമുക്ക് ബയോമിറ്റിക് റെസ്റ്റോറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് ആ ഒരു ടൂത്ത് സ്ട്രക്ചറിൻ്റെ സപ്പോർട്ട് കുറവായതാണ് ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളിൽ തീർച്ചയായും ഡോക്ടർ പറയുന്നതിനനുസരിച്ച് നമുക്ക് ക്യാപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും. അല്ലാത്തൊരു കേസിൽ നമുക്ക് റൂട്ട് കനാൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാപ്പ് ഇടേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് ബയോമിമെറ്റിക് റെസ്റ്റോറേഷൻ വെച്ച് കൊടുത്തിട്ട് നമ്മളെ പല്ലുകളെ സ്ട്രോങ് ആയി നിർത്താൻ സഹായിക്കും. മെയിനായിട്ട് എപ്പോഴും എല്ലാ പേഷ്യൻസിനും ഫീൽ ചെയ്തിട്ട് ഒന്നാണ്, നമ്മൾ റൂട്ട് കനാൽ കഴിഞ്ഞ് ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ഇടയിൽ ഭക്ഷണം കുടുങ്ങി നിൽക്കുക, അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ കയറുക, അത് എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇഷ്യൂസ് ഒന്നും തന്നെ ഈ ബയോമിമെറ്റിക് റെസ്റ്റോറേഷൻ വെച്ച് കഴിഞ്ഞ് നമ്മൾ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മൾ പല്ലുകളെ രാവി ചെറുതാക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ റൂട്ട് കനാൽ കഴിഞ്ഞ് ആ സെയിം ഡേ തന്നെ നമുക്ക് ഈ ബയോമിമെറ്റിക് റെസ്റ്റോറേഷൻസ് ചെയ്ത് നമുക്ക് പല്ലുകളെ സംരക്ഷിക്കാവുന്നതാണ്. അപ്പം ബയോമിറ്റിക് റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. അത് ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച്, അതായത് മരുന്ന് ഉപയോഗിച്ച് നമ്മുടെ പല്ലുകളുടെ ടൂത്ത് സ്ട്രക്ചർ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു രൂപം നമ്മൾ കാത്തു സൂക്ഷിക്കുക, അല്ലെങ്കിൽ പല്ലിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റെസ്റ്റോറേഷൻ മെത്തേഡാണ് ബയോമിമെറ്റിക് റെസ്റ്റോറേഷൻ. അപ്പം അത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ എന്താണോ സജസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്കത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.